ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കണ്ണൂരിൻ്റെ സ്വന്തം കക്കറോട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ആണപ്പത്തലി, കുഞ്ഞിപ്പത്തലി, ഇങ്ങനെയൊക്കെ ഓരോ നാട്ടിലും ഓരോ പേരിലാണ് ഇത് പറയുക. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം കുഞ്ഞിപ്പത്തൽ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പച്ചരി 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചരി ഉണ്ടല്ലോ, അതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം. ചെറിയ തരിതരിപ്പ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരി കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ഏത് പൊടി വേണമെങ്കിലും എടുക്കാം, വറുത്തതൊന്നുമല്ല, വറുക്കാത്തതാണ്. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരി തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മുടെ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഞാനിതുപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പാണ് എടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ ഒരു വാഴൻ്റെ ഇല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എയർ പെട്ടെന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലും ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കാം. അപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ നടുക്കൊരു കുഴിയാക്കിയിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെയാണ് കുഴിയാക്കി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം, കുഴിയില്ലാതെയും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും, പിന്നെ കാണാനും കുറച്ച് ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലിപ്പമൊക്കെ ഇതിനേക്കാളും ചെറുതോ ഇതിനേക്കാളും വലുതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ വേവിച്ചെടുത്താൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇലയിൽ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മേലെ വന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ തടവിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നടുഭാഗം ഒഴിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ, ഏറെ പെട്ടെന്ന് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു 25 മിനിറ്റോളം വേവിച്ചെടുക്കുന്നുണ്ട്. 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ എയറൊക്കെ കയറുമ്പോൾ നന്നായി വെന്ത് വന്നോളും. ഇനി 25 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. കാണുന്നില്ല, എയറൊക്കെ പോകുന്നത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തൊട്ട് നോക്കിയാൽ ഒട്ടിപ്പോകുമൊന്നുമില്ല. ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നിങ്ങൾ വെച്ചിരിക്കണം കേട്ടോ. കാണുന്നില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണയ്ക്ക് തടവിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടു പോന്നോളും, ഒരുമിച്ച് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട കറിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വഴറ്റിയിട്ടൊന്നുമല്ല കറി ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് കറി ഉണ്ടാക്കി എടുക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിന് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ മുളകൊക്കെ ഇത്രയേ ചേർക്കേണ്ടതുള്ളൂ. ഒത്തിരി ആയിപ്പോയാൽ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. എന്നിട്ട് ഈ പൊടികളൊക്കെ നമ്മുടെ ബീഫിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
3 സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നും ഇതിലേക്ക് പ്രത്യേകിച്ച് ചേർക്കൊന്നുമില്ല. ഉപ്പൊക്കെ കുറവാണെങ്കിൽ വീണ്ടും ചേർക്കുന്നേ ഉള്ളൂ. എന്നിട്ട് 15 മിനിറ്റോളം നമുക്ക് നല്ല പോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ ഇതിൻ്റെ പാകമായിട്ട് കറക്റ്റായിട്ടുള്ള ഉപ്പും മുളകും പിന്നെ സവാളയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിലേക്ക് പിടിക്കുകയുള്ളൂ. 15 മിനിറ്റ് ആയപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എത്രയാണോ വേവ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഞാൻ ഏകദേശം ഒരു 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 8 വിസിൽ വന്നപ്പോൾ നല്ലപോലെ വെന്തിട്ടും ഉണ്ടായിരുന്നു. നമുക്ക് ഇനി ഇത് വെന്ത് വരുമ്പോഴേക്ക് ഈ കറിയിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറുക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായി ചൂടാവട്ടെ. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണോളം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ചോറൊക്കെ ഉണ്ടാക്കൂലേ, ആ അരി തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ പോലെ ആയി വരണം. ഇങ്ങനെ പൊരി പോലെ ഇങ്ങനെ ഇതുപോലെ ആയി വരും. ആ ഒരു ടൈമിൽ 1/2 സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഒരു ഏകദേശം ഒരു ഇതിലൊരു വെള്ളമൊക്കെ ഒരു വറ്റി വരുന്ന ഒരു പരുവ ഉണ്ടാകും. ആ ഒരു ടൈം വരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, കാണുന്നില്ലേ? ഇതുപോലെ ഈ ഒരു പാകത്തിന് മതി കേട്ടോ. അധികം കരിഞ്ഞു പോകുമൊന്നും വേണ്ട. അപ്പോൾ കറിക്കൊന്നും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. ഇങ്ങനെ വറുത്തെടുത്താലേ കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റിൽ തന്നെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കണ്ടേ. വിസിൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 വിസിൽ വന്നപ്പോൾ നമുക്ക് എയറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാവൂ. ഇപ്പോൾ തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല പോലെ ബീഫ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. അത്രേ വേവ് ഉണ്ടായിരുന്നുള്ളൂ. ചില ബീഫിനൊക്കെ നല്ല വേവൊക്കെ ഉണ്ടാവും. ഇതിന് അത്ര വേവൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇട്ട് കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഈ തേങ്ങ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് തിളക്കാനായിട്ട് കറി ഇതിൽ കുക്കറിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് തേങ്ങ വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് കറി മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുഞ്ഞിപ്പത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി കുക്കറിൽ പിടിക്കൂല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വലിയ ഉരുളിയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ തിളക്കുന്ന കറിയിലേക്ക് തന്നെ നമ്മുടെ കക്കറോട്ടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കറിയിലേക്ക് എല്ലാം കൂടി ഈ പത്തലിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിച്ചെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ കറിയൊന്നും ഒത്തിരി കൂടി പോകുന്നില്ല കേട്ടോ. പാകത്തിന് കറിയാണ് ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോൾ ഈ കറിയൊക്കെ വറ്റി വന്നോളും. ഇത് ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ചൂട് കുറഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എങ്ങനെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കക്കറോട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.